നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കഴിക്കാനുള്ള സ്വപ്ന പദ്ധതിക്ക് കിഫ്ബി ബോർഡിന്റെ അംഗീകാരം. പെരിന്തൽമണ്ണയിലെ ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് 57.78 കോടി രൂപയുടെ സാമ്പത്തികാനുമതിയായിരിക്കുകയാണ്. നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്കഴിക്കാൻ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ജനതയ്ക്ക് മുൻപിൽ ചെറിയൊരാശ്വാസമാവുകയാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിന് കിഫ്ബി ബോർഡിന്റെ അംഗീകാരമെത്തിയെന്ന വാർത്ത. 57.78 കോടി രൂപയുടെ പദ്ധതിക്കാണ് കിഫ്ബിയുടെ സാമ്പത്തികാനുമതിയായിരിക്കുന്നത്. ടൗൺ വിപുലീകരിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇനി സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും അംഗീകാരം കൂടി പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണം. കിഫ്ബി എഞ്ചിനീയറിംഗ് വിഭാഗം 1 വർഷം മുമ്പ് ടൗണിൽ പരിശോധന നടത്തുകയും പദ്ധതിയുടെ സാധുത പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഏറെ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന പെരിന്തൽമണ്ണയിൽ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരിക്കുന്നതോടെ ഒരു പരിധിവരെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നും പ്രദേശത്തെ വ്യാപാരികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തും മുഖവിലക്കെടുത്തും പരാതികളില്ലാതെ ടൗൺ വിപുലീകരണം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും പദ്ധതിക്ക് വേണ്ടി സർക്കാരിൽ നിരന്തര ശ്രമം നടത്തിയ നജീബ് കാന്തപുരം MLA ടുഡേ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരമാവുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോളം പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ അംഗീകാരം തന്നിരിക്കുന്നു. നമ്മളുടെ നഗരത്തെ, പെരിന്തൽമണ്ണ നഗരത്തെ കൂടി പരിഗണിച്ചിരിക്കുന്നു. 57 കോടി രൂപ ആദ്യഘട്ടത്തെ ലാൻഡ് അക്വിസിഷന് വേണ്ടി മാറ്റിവെക്കാൻ കിഫ്ബി തീരുമാനിച്ചിരിക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ഇതിന് തുടർന്ന് നമുക്ക് ആ റോഡ് സമ്പൂർണ്ണമായും വികസിക്കുകയും ഇപ്പോൾ വലിയ തോതിലുള്ള പാർക്കിംഗ് പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു വാഹനത്തിന് മറികടന്ന് പോകാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ പാലക്കാട് റോഡിൽ നിന്ന് വരുന്നത്, പട്ടാമ്പി റോഡിൽ നിന്ന് വരുന്നത്, അതുപോലെ കോഴിക്കോട് റോഡിൽ നിന്ന് വരുന്നത്, ഊട്ടി റോഡിൽ നിന്ന് വരുന്നത്, ഈ 4 ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വളരെ സുഗമമായി കടന്നു പോകാനുള്ള ഒരു റോഡ് സൗകര്യം ഉണ്ടായാൽ തന്നെ നഗരത്തിലെ വലിയൊരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ആശങ്കയുണ്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള എല്ലാവരുമായും വളരെ വിശദമായി ചർച്ച ചെയ്ത് പരമാവധി പ്രശ്നങ്ങൾ ലഘൂകരിച്ച് ആളുകളുടെ ഭൂമി നമുക്ക് നന്നായി അവർക്ക് സംതൃപ്തി നൽകുന്ന വിധത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു ലാൻഡ് അക്വിസിഷൻ മോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2007 ഇതിനു മുമ്പ് പെരിന്തൽമണ്ണ ടൗണിൽ ട്രാഫിക് ജംഗ്ഷനിൽ സ്ഥലമെടുത്ത് വിപുലീകരിച്ചത്. അന്ന് അതിന് നേതൃത്വം നൽകിയത് അന്നത്തെ MLA ആയിരുന്ന V. ശശികുമാർ ആയിരുന്നു. ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള പരിശോധനയിലും നടപടിയിലുമായിരുന്നു അന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും വീർപ്പും മുട്ടിക്കുന്ന പെരിന്തൽമണ്ണ നഗരത്തിൽ ട്രാഫിക് ജംഗ്ഷൻ വിപുലപ്പെടുത്തുന്നത് ഏറെ ആശ്വാസകരമാകും. സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട 20 നഗരങ്ങളിൽ കിഫ്ബി ഇത്തരത്തിൽ ടൗൺ വിപുലീകരണം നടപ്പിലാക്കുന്നുണ്ട്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.